ഇപ്പോൾ കണ്ണൂർ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കുന്നത് കണ്ണൂരാണ്. അവിടെയാണ് ബൂത്ത് പിടുത്തമുള്ളത്, അക്രമങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. നിങ്ങൾ അവിടെ മത്സരിക്കാതെ എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ ഞാൻ പറയോ? ഞങ്ങളങ്ങനെ പറയില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കുക, അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ജില്ലയായ എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തും മത്സരിക്കണമെന്നാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് BJP-യേക്കാൾ അലോസരപ്പെടുത്തുന്നത് CPM-നാണ് എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ സമനില തെറ്റിയെന്നാണ്. അദ്ദേഹം നവകേരള സദസ്സിൻ്റെ സമയത്ത് ഞാൻ എണ്ണി 9 പ്രാവശ്യം എൻ്റെ സമനില തെറ്റിയെന്ന് പറഞ്ഞു. ഞാൻ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു, പെൻഷൻ കൊടുക്കാത്തതിനെ വിമർശിച്ചു. 55 ലക്ഷം പേർക്ക് 7 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ടില്ല. 1 കോടി പാവപ്പെട്ട മനുഷ്യർക്ക് കേരളത്തിലെ 7 മാസമായി പെൻഷൻ കൊടുക്കാതെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞു നടക്കുന്നത്. എന്നിട്ട് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായെടുത്താൽ പൗരത്വ നിയമം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒറ്റ ആശുപത്രിയിൽ മരുന്നില്ല. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. കാരുണ്യ കാർഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്വീകരിക്കില്ല. 1500 കോടിയാണ് കാരുണ്യ ഇതിൻ്റെ ബെനവലന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കാസ്പ് കാർഡുമായിട്ട് ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത്. മാവേലി സ്റ്റോറിൽ സാധനമില്ല. 16,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. 40,000 കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്ക് കൂടി കൊടുക്കാനുണ്ട്. ഖജനാവിൽ 5 പൈസ ഇല്ല. കേരളം മുഴുവൻ ജപ്തി നടപടികളാണ്. 1/3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തത്. പ്ലാൻ ഫണ്ട് 50% പോലും തികച്ച് നടത്താത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ചെലവാക്കിയ വർഷമാണ്. അപ്പം ഞാൻ അതിന് മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി എനിക്ക് സമനില ഒരാൾ, ഇദ്ദേഹം പണ്ടുമുതലേ ഇത് പറയുന്ന ഒരാളാണ്. വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്ത് SNC ലാവലിൻ്റെ ഫയൽ വന്നപ്പോൾ ധനകാര്യ സെക്രട്ടറി അതൊരിക്കലും SNC ലാവലിൻ്റെ ഇതിൽ പോകരുത്, തെറ്റാണ്, സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന എഴുതി. അപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി വരദാചാരിയുടെ തല പരിശോധിക്കണം എന്നാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ഈ മുഖ്യമന്ത്രി എഴുതി വെച്ചത്. അന്ന് നിയമസഭയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരെതിർത്താലും ആളുടെ സമനില തെറ്റി തല പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ലേ ശരിക്കും? അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ല ഞങ്ങളുടെ സമനില തെറ്റിയത്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ? നിങ്ങൾ കണക്ക് പരിശോധിച്ചോ? അദ്ദേഹം ഈ സമീപകാലത്ത് തന്നെ എത്ര പ്രാവശ്യം എത്ര പേരുടെ സമനില തെറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്